ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എന്താ പറയുക, ഒരു പോലീസ് സ്റ്റോറി കണ്ട ഒരു എക്സൈറ്റ്മെന്റ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ കുഞ്ചാക്കോ ബോബനും പ്രിയമണിയൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. ഇതിൽ പെർഫോമൻസ് പറയുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. കാരണം കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചോക്ലേറ്റ് ബോയ് ആയിട്ട് ഇത്രയും കാലം നടന്നു. അത് ബോഗൻ വില്ലെത്തിയപ്പോൾ അതൊന്ന് മാറിപ്പോയി. ബോഗൻ വില്ലിൽ ഒരു അസാധാരണമായ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും വെല്ലുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് എനിക്ക് ഈ പോലീസ് ഓഫീസറിന്റെ റോളിൽ നമ്മുടെ ഓഫീസർ എന്ന സിനിമയിൽ ഞാൻ കണ്ടത്. അത്രമാത്രം മികച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഡയറക്ടർ ജിത്തു അഷ്റഫ്, അദ്ദേഹത്തിന് എത്ര തന്നെ കൈയടിച്ചാലും മതിയാവില്ല, അത്രമാത്രം ബെസ്റ്റായിട്ട് അദ്ദേഹം ഈ മൂവി ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെല്ലാം തന്നെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് ഞാൻ കണ്ടു നോക്കിയത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ സാഹി കബീറാണ്. ഇദ്ദേഹത്തിന്റെ മുൻ സിനിമകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ജോസഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുഞ്ചിരി ആയിക്കോട്ടെ, എല്ലാദോഷം നായാട്ട്, ഇതൊക്കെ എന്തുകൊണ്ട് ബെസ്റ്റായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഷാഹി കപൂറിന്റെ എന്താ പറയുക, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പോലീസിന്റെ സ്റ്റോറി വെച്ചിട്ടുള്ള ഒരു കഥ പറച്ച രീതി, അദ്ദേഹം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ആ കഥ കൊണ്ടുപോകുന്നത്, അതൊക്കെ വളരെ വ്യത്യാസമാണ്. എലിവഴി പൂജയായിക്കട്ടെ, അതൊരു പ്രത്യേകത സ്റ്റോറി പറഞ്ഞ് അതൊരു കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതിനേക്കാളും ബെസ്റ്റ് ആയിരുന്നു നായാട്ടിനെക്കാളിന്റെ ഒരു ഹായ് എന്താ പറയുക, ഈ നമ്മുടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട ഒരു സിനിമയായിരുന്നു നമ്മുടെ നായാട്ട്. അതൊരു രക്ഷയില്ലാത്ത പടം. അങ്ങനെ ജോസഫ്, നായാട്ട്, നീലവഴി പൂജ, അടുത്തതപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി. എൻ്റെ മോനെ എന്ത് പെർഫോമൻസ് ആണ് ഇത് കാണിച്ചത്. കാരണം നമുക്ക് ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു സീന് കിട്ടും. ആ സീന് മുതൽ പിന്നെ അവസാനം സീന് വരെയും ഇല്ലെങ്കിൽ അവസാന ക്ലൈമാക്സ് വരെയും നമ്മൾ ഈ പടം പിടിച്ചിരുത്തും. അത് ആ ടെൻഷൻ നമുക്ക് തരും. ആ ഒരു ടെൻഷൻ കിട്ടിയ ആ ടെൻഷൻ അവസാനിക്കുന്ന വരെ നമുക്ക് ടെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഓരോ കെട്ടുകളും ചുരുളഴിഞ്ഞ് വരുന്നത്, ഓരോന്നും അങ്ങനെ പോയിക്കൊണ്ട് നമുക്ക് ആ ടെൻഷൻ പറഞ്ഞാൽ നമുക്കൊന്നറിയാം, ഈ സിനിമ നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ സിനിമ നമുക്ക് കണ്ടറിയാൻ കിട്ടുന്നൊരു എന്താ പറയുക, നമുക്കൊരു അനുഭൂതി ഉണ്ടല്ലോ. അത് നമുക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു പാരൻസ് അവർക്കാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി കൂടുതലായി. കാരണം ഇപ്പോൾ ഒരു ആസ് എ ഒരു യങ്ങർ, ഒരു അവിവാഹിതനായിട്ടുള്ള അവർക്ക് കിട്ടുന്ന ഒരു അത്രയും ആ ഒരു ഫീലിനേക്കാളും 2 ഇരട്ടി 3 ഇരട്ടി കൂടുതലായിരിക്കും ഈ മറ്റെന്താ പറയുക പാരൻസിന് കിട്ടുക. കാരണം അവർക്കാണ് കുറച്ചുകൂടി മക്കളും കുഞ്ഞു കുട്ടികൾ, പെൺമക്കൾ, ആൺമക്കൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് വേവലാതികൾ കൂടുതലുള്ളൂ. അപ്പോൾ അവർ കുറച്ചുകൂടി ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലാനും അവർക്ക് കുറച്ചുകൂടി ഇതിൻ്റെ എന്താ പറയുക, ആ സിനിമൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം നമ്മളെ സ്വാധീനിക്കും ഈ മൂവി. അതിൻ്റെ പെർഫോമൻസ് ആയാലും അതിൻ്റെ ഒരു ക്രിയേഷൻ എടുത്താലും, നമ്മുടെ ഡയറക്ടറിൻ്റെ ആ ഒരു വ്യൂ എങ്ങനെയാണ് ഈ സിനിമ വരാം അതും എടുത്താലും, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഒരു വാക്കും പറയില്ല. കാരണം അമ്മാതിരി മ്യൂസിക് ചെയ്തിരിക്കും, നല്ല അറ്റാറ് സാധനം. പിന്നെ ഇതിൻ്റെ എല്ലാം തന്നെ ഈ സ്ക്രീനും ഇത്രയും ആസ്വദിച്ച രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഇതിൻ്റെയൊക്കെ എഡിറ്ററിനെ നമുക്ക് എന്താ പറയുക, ഇത്ര മനോഹരമായി ഈ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു എഡിറ്ററും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ. അതിലും ഈ സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയിലെ സിനിമയാണ്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ നല്ല കുഞ്ചാക്കോ ബോബൻ നമ്മൾ ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും കൊടൂരമായ അഭിനയം എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. കാരണം ഞാനിപ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ മൂവി ഞാൻ കണ്ടത് മറ്റേ ബോഗൻവില്ലയിലെ ഒരു അസാധാരണമായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നു. അതേ പെർഫോമൻസിന്റെ വേറെ എക്സ്ട്രീം വേർഷനാണ് ഒരു യൂണിഫോമിൽ വരുമ്പോൾ അദ്ദേഹം കാഴ്ചവെച്ചത്. അത് നമ്മൾ എടുത്തു പറയണം. കാരണം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും അദ്ദേഹത്തിന്റെ ഒരു പരിവേഷം ഉണ്ടല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് നമ്മൾ ഈ സിനിമയിൽ കാണും. ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണും. അത് എന്താ പറയുക, ഒരു അഴിച്ചുവിട്ട ഒരു ഭൂതത്തെ പോലെയാണ് സെക്കൻഡ് ഹാഫിൽ. അതിൻ്റെ ഒരു രക്ഷയില്ല. പടം സൂപ്പറാണ്. കാരണം ഫാമിലിയായിട്ട് പോയി കാണാം. ഫാമിലിയായിട്ട് കാണേണ്ട സിനിമ. പിന്നെ ഇതിൽ മറ്റ് അഭിനേതായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് മറ്റേ വിശാഖ്, അദ്ദേഹം നോ രക്ഷ. കാരണം നല്ല പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ ഒരു അത്യാവശ്യം എന്താ പറയുക, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ്. കാരണം അതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. കാരണം ഇപ്പം ഇറങ്ങിയ സിനിമകൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രേഖാചിത്രം ആയിക്കോട്ടെ, രേഖാചിത്രം കഴിഞ്ഞാൽ പിന്നെ ഡൊമിനിക്, അതൊരു പ്രത്യേക രീതി വെറൈറ്റി സിനിമയായിരുന്നു വന്നിരുന്നത്. അതിനുശേഷം വേറൊരു ഹിറ്റ് മൂവി വരുന്നത് ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ വേറെയും സിനിമകളൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ റൊമാൻസ് ആയാലും പിന്നെ എന്താ പറയുക, ഗെറ്റ്സ് ഇറ്റ് ബേബി, അതൊക്കെ നല്ല മൂവിയായിരുന്നു കേട്ടായിരുന്നു. എന്തായാലും അതൊക്കെ കാണണം. അപ്പോൾ ഇത് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു രക്ഷയില്ല. എല്ലാവർക്കും വളരെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ജിത്തു അഷ്റഫ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം നിങ്ങൾക്കും ഈ സിനിമ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്നില്ല, പറ്റിയിരിക്കും. കാരണം അത്രമാത്രം നമ്മളെ പിടിച്ചിരുത്താനുള്ള എല്ലാ ചേരുവകളും ഈ മൂവിയിലുണ്ട്.
ഇതൊരു തിയേറ്റർ വാച്ച്, മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഇത്രയും എന്താ പറയുക ആസ്വദിച്ച് കാണണമെങ്കിൽ ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ്. കാരണം അത്രമാത്രം നമ്മളെ ഈ പടം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് ആ ഒരു കണ്ടിറങ്ങി കിട്ടിയ ഒരു ഫീലിങ്സ് ചിലപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ചിലപ്പോൾ അടുത്തിരുന്ന ആളായിട്ടുള്ള പാരൻസിനെയൊക്കെ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഞാൻ വിശ്വസിച്ച് പോയി. കാരണം അത് എനിക്കിപ്പോൾ ഒരു മോനോ മകളോ ആ ഒരു ഫീലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കില്ല, അത് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് വളരെ കുറച്ചായിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റഡി മെറ്റീരിയലായിട്ട് മാത്രം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീലിങ്സ് കുറച്ച് കൂടുതൽ അത് ഈ സിനിമയിൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം നല്ലപോലെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ഒരുമാതിരി നമ്മളെ കൊണ്ടുപോകും. കുഞ്ചുബോബൻ്റെ അങ്ങനെ അടാറ് സാധനം വരില്ലേ, അതാണ് ഈ സിനിമ. എന്തായാലും നല്ലൊരു സിനിമ, എന്തായാലും മലയാളത്തിൽ വീണ്ടും വന്നതിൽ സന്തോഷം. എന്തായാലും നിങ്ങളും പോയി സിനിമ കാണുക. ഓക്കെ, എൻജോയ് ചെയ്യാം. ഓക്കെ, ബൈ, സീ യു.